വെൽക്കം ബാക്ക് ടു സാൻവീസ് ടേസ്റ്റ് വേൾഡ്. ഇന്ന് ഞാനൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്യാമൽ റോസ്റ്റ്. ഇത് പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഈ ഒട്ടകത്തിൻ്റെ ഇറച്ചി നാട്ടിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ഗൾഫ് കൺട്രീസിൽ ഒരുവിധം എല്ലാ ഹൈപ്പർ മാർക്കറ്റ്സിലും ക്യാമൽ മീറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ക്യാമൽ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ക്യാമൽ മീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പും വിനാഗിരിയും ചേർത്ത വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഇട്ട് വെച്ച ശേഷം 5-6 പ്രാവശ്യം കഴുകിയെടുത്തതാണ്. കാരണം ഇത് ബീഫൊക്കെ പോലെയല്ല, കുറച്ചും കൂടെ റെഡ് കളർ കൂടുതലുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാൻ ടീസ്പൂണാണ് യൂസ് ചെയ്യുന്നത്, ടേബിൾ സ്പൂണല്ല. ഈ ഒരു റെസിപ്പിക്ക് മൊത്തത്തിൽ ഞാൻ ടീസ്പൂൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുകയാണ്. മുളക് പൊടി ഇപ്പോൾ ചേർക്കുന്നില്ല, മുളക് പൊടി നമുക്ക് അവസാനം ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത് കൂടെ ചേർക്കുകയാണ്. 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, കൂടെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചത് കൂടെ ചേർക്കുകയാണ്. ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ട് ഇതുപോലെ ചതച്ച് ചേർക്കാം. ചെറുതായി അരിഞ്ഞ് ചേർത്താലും മതി. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ചെറിയ ഉള്ളി ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കേണ്ടത്. നമ്മൾ സാധാരണ ബീഫും മട്ടനും ഒക്കെ ഒരു 4-5 വിസിലിന് വേവുമല്ലോ. ഇത് പക്ഷേ 8 വിസിലെങ്കിലും മിനിമം വേണം. അതാണ് ഈ ഒരു ക്യാമൽ മീറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. വെള്ളം ഇതിനകത്തുനിന്ന് ഇറങ്ങി വരും, എന്നാലും കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതിയാവും. അപ്പോൾ ഈ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ക്യാമൽ മീറ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് കൊളസ്ട്രോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ കൊളസ്ട്രോൾ കാരണം ബീഫും മട്ടനൊന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് ഇടയ്ക്ക് ഈ ക്യാമൽ റോസ്റ്റ് ഒന്ന് ട്രൈ ആവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് മൂടിയിട്ടിട്ട് അടുപ്പിൽ വെക്കാം. അപ്പോൾ ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയമെടുക്കും. 8 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. 8 വിസിൽ വന്നു കഴിഞ്ഞിട്ട് അതിനകത്തുള്ള പ്രഷർ മുഴുവൻ പോയി കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കട്ട് ചെയ്തൊക്കെ വെക്കാം. വേറൊരു അടുപ്പിൽ നമുക്ക് ക്യാമൽ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം വെക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടാണ് ഇത് കട്ടയായിട്ടിരിക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി തേങ്ങാക്കൊത്ത് ചേർക്കുകയാണ്. തേങ്ങാക്കൊത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതൽ ചേർക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ചേർക്കാം. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉലുവ, കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കാം. നന്നായിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഈ പച്ചമണം മാറുക എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന ഒരു സ്മെല്ല് വരുന്നത് വരെ ഇളക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ ഉണക്കമുളക് ചതച്ചത് ചേർത്തിട്ടുണ്ട്. ഈ ഉണക്കമുളക് ചതച്ചത് നമ്മൾ എല്ലാ മീറ്റ് റോസ്റ്റിലും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 വലിയ സവാള അരിഞ്ഞത് കൂടെ ചേർക്കാം. ഇത് അത്യാവശ്യം വലിയ സവാളയാണ്, 2 എണ്ണം മതിയാവും. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്താലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഒരു 20-25 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് ചേർത്താൽ മതി. സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ക്യാമലിനകത്ത് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഈ സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ വേണ്ടൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. കാരണം നമ്മൾ ചതച്ച മുളക് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ആകുമ്പോൾ നല്ല എരിവാവും, അതുകൊണ്ട് മുളക് പൊടി നോക്കിയിട്ട് ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കാനുള്ളത്. ഞാനൊരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് വറുത്ത് വെച്ച മല്ലിപ്പൊടിയാണ്. പച്ച മല്ലിപ്പൊടിയാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒരു 5 മിനിറ്റ് വറുത്തെടുത്താൽ മല്ലിപ്പൊടി പാകത്തിനായി കിട്ടും. അതിപ്പോൾ ഞാൻ ഓൾറെഡി വറുത്ത് വെച്ചതുകൊണ്ടാണ് അങ്ങനെ തന്നെ ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ 1 തക്കാളി മാത്രമേ ചേർക്കുന്നുള്ളൂ, ചെറുതായി അരിഞ്ഞ 1 തക്കാളി. തക്കാളി ചേർക്കണമെന്ന് നിർബന്ധമില്ല. നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ തക്കാളി ഒഴിവാക്കാം. കുക്കർ ഞാൻ 8 വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഇതിൽ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇത് നന്നായി വെന്ത് പാകത്തിനായിട്ടുണ്ട്. നമുക്കിതിനകത്തുള്ള വെള്ളം മാത്രം ഇതിനകത്തേക്ക് ചേർക്കാം.
എന്നിട്ട് ഈ തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് സോഫ്റ്റായി വന്ന ശേഷം മാത്രം ഈ ബാക്കിയുള്ള മീറ്റ് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് നേരം ഇതൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇതിനകത്ത് കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മറന്നുപോയതാണ്. ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. ഒരു 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാമൽ മീറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് മസാലയിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അഥവാ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 വിസിലൂടെ അടുപ്പിച്ചെടുക്കണം. സാധാരണ 8 വിസിലുകൊണ്ട് ക്യാമൽ മീറ്റ് വെന്ത് കിട്ടും. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മസാലയൊക്കെ ഈ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിച്ചു വരണം. ഞാൻ ഇതിനകത്ത് പച്ചമുളക് ചേർത്തിട്ടില്ല, അതിന് പകരമാണ് ഞാൻ 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ച് ചേർത്തത്. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് കൂടെ ചേർക്കാം. നന്നായി ഒന്ന് വറ്റി വരുന്നത് വരെ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ വെച്ചിരുന്നാൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. കഷ്ണങ്ങളിലൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അടപ്പില്ലാണ്ട് വറ്റിച്ചെടുത്താൽ മതി, അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് കുരുമുളക് പൊടി ഇതിന് മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കാം. ഈ അവസാനം ചേർത്ത് കഴിഞ്ഞാൽ ഈ കുരുമുളകിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് കുരുമുളക് പൊടി കുറച്ച് ചേർക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, നല്ല എരിവ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്യാമൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ ക്യാമൽ മീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. പൊടി മോനെ പൊടി. ഇങ്ങനെയുണ്ട് എമ്മിയാ പൊളിയാ? നീ നോക്കിയാ? അടിപൊളി. B for ball. B for bag. bag. C for tag. C for otters. എന്താണ് C for camel? C for camel. C for ഒട്ടകറോസ്റ്റാ. C for camel. നമ്മൾ രാവിലെ ഒട്ടടോസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ നല്ല ഇഷ്ടമായിന്. കുറച്ച് തരുവാ? തരാം, കുറച്ച് തരാം. പഠിച്ചു കഴിഞ്ഞിട്ട് വേണ്ട, പഠിച്ചു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം. നീ ആകെ ഇച്ചിരി പൊടിയല്ലേ ഉള്ളൂ. നീ ഒട്ടക റോസ്റ്റ് കഴിക്കണ്ട.